അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വഖഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ റമദാനിലുള്ളൂ. പിന്നീട് നമുക്ക് പെരുന്നാളാണ് വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം കബൂലാക്കി പരിശുദ്ധ റമദാൻ മാസം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന നല്ലവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സമയം ഞാൻ എന്തിൻ്റെ നിങ്ങളുമായി ലൈവിൽ വന്നു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ആഘോഷിക്കുന്ന മാസമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയാണ് ഈ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയുടെ ലക്ഷണങ്ങൾ ആദ്യം പറയാം. ലൈലത്തുൽ ഖദ്രിയുടെ രാത്രിയുടെ ലക്ഷണങ്ങൾ: ആ രാത്രിയിൽ മനുഷ്യൻ വെറുക്കുന്ന ശബ്ദങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കഴുതയുടെ, കുറുക്കയുടെ, നായയുടെ ആ കൂക്കുവിളികളൊന്നും ഉണ്ടാവുകയില്ല. അതീവമായ ചൂടോ സഹിക്കാൻ വയ്യാത്ത തണുപ്പോ ഇല്ലാതെ ഒരു കൂളുള്ള ക്ലൈമറ്റാണെന്നുണ്ടാവുക. കാരണം അന്ന് ബാനലോകത്തുനിന്ന് ധാരാളം മലക്കുകൾ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിയുന്നൊരു മാസമാണ്, ഒരു ദിവസമാണ്. ലക്ഷണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഏത് രാത്രിയാണ് എന്നതിൽ പണ്ഡിതന്മാർ പല അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഏറ്റവും മുഅ്തമദായ അഭിപ്രായം റമദാൻ 20-ൻ്റെ ശേഷമുള്ള ഒറ്റ രാത്രികളാണ്. അതിലും ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാൻ 20-ൻ്റെ ശേഷമുള്ള ഒറ്റ രാത്രികളിൽ 27-ാമത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ ആവാൻ ഏറെ സാധ്യത. അത് പറയാൻ അവർ അതിനൊരു കാരണം പറയുന്നത്, സൂറത്തുൽ ഖദ്റിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തെ, ആ രാത്രിയുടെ പേരിനെ തന്നെ 3 പ്രാവശ്യം ആവർത്തിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു. പണ്ഡിതന്മാർ പറയുന്നു, ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൻ്റെ അക്ഷരങ്ങൾ എണ്ണിയാൽ 9 അക്ഷരമുണ്ട്. അങ്ങനെ 3 വട്ടം അള്ളാഹു പറയലോട് കൂടെ 9 3 27. അപ്പോൾ 27 വട്ടം 27 അക്ഷരങ്ങളാണ് 3 പ്രാവശ്യം ആ രാത്രിയുടെ പേർ പറഞ്ഞതിൽ മൊത്തമുള്ളത്. അതുകൊണ്ട് ആ എണ്ണത്തിലുള്ള രാത്രിയാണ് 27-ാമത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു റമദാൻ മാസം മുഴുവനും അതിന് പ്രതീക്ഷിക്കാം. ഒറ്റ രാത്രികളിൽ പ്രതീക്ഷിക്കാം, അല്ലാത്ത രാത്രികളിലും പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ഏതാണ് രാത്രി എന്ന് അള്ളാഹു വ്യക്തമായി അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടി? റമദാൻ മാസം മുഴുവനും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, അന്ന് ഇജാബത്തിൻ്റെ ഒരു സമയം അള്ളാഹു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതാണെന്ന്, ആ സമയം ഏതാണെന്ന് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ അതിലൊരുപാട് അഭിപ്രായക്കാരാണ് പണ്ഡിതന്മാർ. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, ആ ദിവസം മുഴുവനും ദുആയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഏതാണെന്ന് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഏത് ദിവസം ആവാനും സാധ്യതയുണ്ട്. ആ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്, ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുടെ പവർ കൊണ്ടാണ് റമദാൻ മാസം മുഴുവനത്തിനും പവർ കിട്ടിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾക്ക് കണ്ണോടിച്ച് നോക്കിയാൽ, അള്ളാഹുവിൻ്റെ കലാമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം സമൂഹത്തിന് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ബൈലോയാണ്. ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ വളരെ അനിവാര്യമാണ്, വളരെ ശ്രേഷ്ഠമുള്ള കാര്യമാണെന്നല്ല, ആ ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമായ വശങ്ങളുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി പാരായണം ചെയ്യണം. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. സ്വന്തം ഇഷ്ടം പോലെയോ സ്വന്തം ഇഷ്ടത്തിൻ്റെ രാഗത്തിലോ ഖുർആൻ പാരായണം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അറബികളുടെ ശൈലിയിൽ. അറബികളുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എങ്ങനെയാണോ ഖുർആൻ ഓതി തന്നത് ആ രൂപത്തിൽ എന്നതിനൊരർത്ഥം. മറ്റൊരർത്ഥം, സ്വലീമായ പ്രകൃതിയുള്ളൊരു മനുഷ്യൻ്റെ ശൈലിയിൽ നിങ്ങൾ പാരായണം ചെയ്യുക. എന്തിനങ്ങനെ പറഞ്ഞു? അതിനപ്പുറം റസൂലുള്ളാഹി പറയുന്നു, വലാ തഖ്റഉൽ ഖുർആന ബിലുഹൂനി അഹ്ലിൽ ഫസഖി വൽ കബായിർ. നിങ്ങൾ പരമവിഡ്ഢികളും വൻകുറ്റം ചെയ്യുന്ന കുറ്റാളികളുടെ ആ ശൈലിയിൽ നിങ്ങൾ എന്താക്കരുത്, ഖുർആൻ പാരായണം ചെയ്യരുത്. കള്ളു കുടിച്ച് മെതിച്ച് ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ചു പിന്നെ നിലവിളിച്ച് പാട്ട് പാടുന്ന ചില ആളുകളുണ്ട്. മനുഷ്യൻ വെറുക്കുന്ന ശൈലിയിൽ പാട്ട് പാടുന്നവരുണ്ട്. അവരുടെ ദൈവങ്ങൾക്ക് തൃപ്തികരമാവുന്ന രൂപത്തിൽ ഇന്നും നമ്മുടെ ഇതര മതസ്ഥർ അവരുടെ ദൈവത്തിന് തൃപ്തികരമായ രൂപത്തിൽ ഒരു ജാതി കൂക്കുവിളിയോടുകൂടെ പാട്ട് പാടലുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ ആ ഒരു ശൈലിയൊന്നും പറ്റൂല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ നിയമം അനുസരിച്ച് പാരായണം ചെയ്യൽ ഒരു മുഅ്മിന് അത്യാവശ്യമാണ്.
അവൻ ജീവിതത്തിൽ നെഞ്ഞോട് ഏറ്റെടുക്കേണ്ട, നെഞ്ഞോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യൽ അവനിക്ക് നിർബന്ധമായ വശമുണ്ട്, സുന്നത്തായ വശമുണ്ട്. എന്നാലും അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചിരിക്കൽ അവനിക്ക് നിർബന്ധമാണ്. അതിൽ ഒരു ഹർഫ് മാറ്റിവെച്ചാൽ അവൻ്റെ ഖിറാഅത്ത് ബാത്തിലായി. ഖുർആനിൽ വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഖുർആൻ ഓതി കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മൾ കൂമാരമാക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ കൃത്യമായ നിയമത്തോടുകൂടെ പഠിച്ച് അതിൻ്റെ സനദ് മുത്തസിലാക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഹസനിയ തദ്രീബുൽ ഖുർആൻ എന്ന് പറയുന്ന കോഴ്സിലൂടെ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കോഴ്സ് ഞാൻ 1997 മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന സമയത്ത്, കാമിലി കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്നൊരു ആഗ്രഹമാണത്. അത് റബ്ബായ അള്ളാഹു നമ്മുടെ മനസ്സിലിട്ട് തന്നതാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് മദ്രസയിലും ദർസിലും അതേപോലെ തന്നെ കോളേജുകളിലുമെല്ലാം പഠിച്ചു. അവസാനം അതൊന്ന് സനദ് മുത്തസിലാവണം, റസൂലുള്ളാഹി തങ്ങളിലേക്ക് മശായിഖന്മാരിലൂടെ എത്തണമെന്ന ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാരി ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു മഹാനവറുകളെ സമീപിച്ചു. ഉസ്താദിൻ്റെ മുമ്പിൽ ആഗ്രഹം വിശദീകരിച്ചപ്പോൾ ഉസ്താദ് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മൾ ഓതിക്കൊടുത്തു. ഉസ്താദ് ഓതി തന്നു. അങ്ങനെ സനദ് മുത്തസിലാക്കി ഉസ്താദ് നമുക്ക് സനദ് തന്നു, സർട്ടിഫിക്കറ്റ് തന്നു. എന്നാൽ ആ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ഖാരി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവറുകളുടെ പേരിലുള്ള സീലും അവരുടെ സിഗ്നേച്ചറും അവരുടെ ഒപ്പും നിങ്ങൾക്ക് കാണാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫയഖൂലു, പ്രാഥമിക മുറകൾക്ക് ശേഷം ഫയഖൂൽ അബ്ദുൽ ഫഖീർ ഇലാ റഹ്മത്തില്ലാഹിൽ ഖദീർ ഹസൻ ഇബ്നു അഹ്മദ് നർക്കരി മഹാനവറുടെ പേരാണ്. മഹാനവറുകൾ പറയുന്നത് എന്താ? ഇന്നൽ അഖ സ്വാലിഹ വൽ ആലിം അൽ ഫാദില മുഹമ്മദ് അനീഫ് സഖാഫി ഇബ്നു അഹ്മദ് മുസ്ലിയാർ ബിബന്ദത്തി കടബ വിലായത്ത് കർണാടക എന്ന സ്റ്റേറ്റിലുള്ള കടബ എന്ന നാട്ടിൽ താമസിക്കുന്ന അഹമ്മദ് മുസ്ലിയാരുടെ മകൻ ഹനീഫ് സഖാഫി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഖറഅൽ ഖുർആൻ അൽ മജീദ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതി തന്നിട്ടുണ്ട്. മഅഹസിനി തജ്വീദിൻ്റെ മെച്ചമായ രൂപത്തോടുകൂടെ മിൻ അവ്വലിഹി ആഖിരിഹി, തുടക്കം മുതൽ അവസാനം വരെ. അലയ്യ, ഹസൻ ഉസ്താദ് പറയുന്നു, അലയ്യ എനിക്ക് ഓതി തന്നു. വസമിഅ മിന്നി ബി റിവായത്തി ഹഫ്സ് റഹിമഹുല്ല, ഞാൻ അങ്ങോട്ട് ഓതിക്കൊടുത്തത് അദ്ദേഹം കേൾക്കുകയും ചെയ്തു. ബി റിവായത്തി ഹഫ്സ് റഹിമഹുല്ലയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. എന്നിട്ട് വജത്തു അദാഹു സ്വഹീഹൻ, ഞാൻ അദ്ദേഹം ഓതിത്തന്നത്, അദ്ദേഹം എനിക്ക് വീട്ടിത്തന്നത് സ്വഹീഹായി ഞാൻ എത്തിച്ചു. വാജസ്തുഹു, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പൊരുത്തം കൊടുത്തു, ഇജാസത്ത് കൊടുത്തു. ബാദമാ റഅയ്തുഹു അഹ്ലൽ ഖിറാഅത്തി വൽ ഇഫാദത്തി, ഞാൻ അദ്ദേഹം ഖുർആൻ ഓതാനും അത് ഓതിക്കൊടുക്കാനും തരപ്പെട്ട ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തത്. കമാ അജാസിനി, ഏതുപോലെയാണ് ഞാൻ സമ്മതം കൊടുത്തത്? കമാ അജാസിനി ഉസ്താദി അഷേഖുൽ ഹാഫിൽ അൽ ആലിം മുഹമ്മദ് ഇംദാദുല്ല റഹിമഹുല്ല, എനിക്ക് ഇജാസത്ത് തന്നതുപോലെ ഞാൻ അദ്ദേഹത്തിന് ഇജാസത്ത് കൊടുത്തു. ഇത് പറയുന്നത് ഖാരി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ആണ്. അപ്പോൾ ഇംദാദുല്ല റഹിമഹുല്ല വഹു അൻ ഷെയ്ഖി, താൻ തൻ്റെ ഷെയ്ഖ് സയ്യിദ് അൽഹർ ഹുസൈൻ ഹസൻ സുദ്ദീഖി എന്നാണ് തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അൻ ദിയാഉദ്ദീൻ മുഹമ്മദ് മുഹദ്ദിസ്, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അൻ മുഹമ്മദ് അബ്ദുർ മക്കി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബഷീർ ഖാൻ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സഅദ് ബിൻ അലിയിൽ മിസ്രി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഹസൻ ബുദൈർ ഷാഫിഈ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അഹമ്മദ് തിഹാമി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അഹമ്മദ് സൽമൂന റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം അൽ ഉബൈദി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ജുഹൂരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അഹമ്മദ് ബക്കരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് ബക്കരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ യമനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവാണ് ഷഹാസത്ത് അൽ യമനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് നാസിറുദ്ദീൻ തബലാവി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് റിദ്വാൻ മുഹമ്മദ് അൽ ഉഖബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് നുവൈരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ജസരി ദിമഷ്ഖി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ അസ്ഹരി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബിൽ ഹസൻ അലി ബിൻ ഷജാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബി മുഹമ്മദ് ആസിം ബിൻ ഫയ്റ ഷാത്തിബി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അലി ഉന്ദുലുസി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഹസൻ ഉന്ദുലുസി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബി ദാവൂദ് സുലൈമാൻ ബിൻ നജാഹ് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബി അംർ ഉസ്മാൻ ബിൻ സഈദ് ദാനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബിൽ ഹസൻ ത്വാഹിർ ബിൻ ഖൽബൂൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു ഖറഅതു അലാ അബിൽ ഹസൻ അലി ബിൻ മുഹമ്മദ് അൽ ഹാഷിമിക്ക് ഞാൻ ഓതിക്കൊടുത്തു. എന്നിട്ട് വഖാല അലി അൽ ഹാഷിമി പറയുന്നു ഖറഅതു അലാ അഹ്മദ് ബിൻ സഹൽ അഷ്നാനി റഹിമഹുല്ലാക്ക് ഞാൻ ഓതിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഉബൈദ് ബിൻ സ്വബാഹ് റളിയല്ലാഹു അൻഹു, വഖാല ഉബൈദ് ബിൻ സ്വബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു ഖറഅതു അലാ ഹഫ്സിൻ റഹിമഹുല്ലാ, ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടകനായ ഹഫ്സ് റഹിമഹുല്ലാക്ക് ഞാൻ ഓതിക്കൊടുത്തു. വഖാല ഹഫ്സ് റഹിമഹുല്ലാ പറയുന്നു ഖറഅതു അലാ ആസിം ബിൻ അബി നജൂദ് റഹിമഹുല്ലാക്ക് ഞാൻ ഓതിക്കൊടുത്തു. ആസിം റളിയല്ലാഹു അൻഹു നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാമാണ്. വഖറഅ ആസിം റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു അലാ അബ്ദുല്ലാഹി ബിൻ ഹബീബ് സുലമി റഹിമഹുല്ലാക്ക് വസുർ ബിൻ ഹുബൈഷ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം
അല ഉസ്മാൻ റളിയല്ലാഹുവിനേക്ക് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും ഇങ്ങനെ 5 മഹാന്മാർക്ക് ഓതിക്കൊടുത്തു. 5 സ്വഹാബികളും അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഏറ്റെടുത്തതാണ്. റസൂലുള്ളാഹി തങ്ങൾ അൽ-അഖദ് അനിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഏറ്റെടുത്തതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അനിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നാണ് അൻ റബ്ബിൽ ആലമീൻ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന ഈ സനദാണ്. ഇത് ഞാൻ എന്തിനാ ഓതിത്തരുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഒരു സനദ് മുത്തസിലാക്കുന്ന ഒരു കോഴ്സ് നടത്താതെ ഇപ്പം ഞാൻ ചിന്തിച്ചത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, സനദ് വാങ്ങിയിട്ട് അങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ എന്താക്കി, എനിക്ക് ഫ്രീ ഉള്ള സമയമാണിപ്പോൾ, ഞാൻ സനദ് മുത്തസിലാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരാളുകൾ സനദ് മുത്തസിലാക്കി അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു ചെറിയൊരു സംശയമാണെന്ന് പറഞ്ഞാൽ, കുറേ കാലം ഉണ്ടാതിരുന്ന ഒരാൾ ഇപ്പം തലവന്തിക്കുമ്പോൾ ഇയാൾക്ക് അത്ര കൊല്ലം മുമ്പുള്ള ഹസൻ ഉസ്താദിനെ അവരെ ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമോ, അത്ര കാലം മുമ്പ് ഉള്ള ആ മഹാനെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് സനദ് മുത്തസിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവോ എന്നൊരു സംശയത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിച്ചത് മർക്കസ് സഖാഫത്ത് സുന്നിയയിലാണ്. പിന്നെ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഞാൻ 1996 ഞാൻ പിന്നെ പഠിച്ചത്. ആ 96 എനിക്ക് കിട്ടിയ സനദാണ് 1996 പിന്നെ ഡിസംബർ 22. ഇതാണ് എൻ്റെ ആ മർക്കസിൽ നിന്ന് പിരിഞ്ഞ ആ സമയം. ഇത് വ്യക്തമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഷഹാദത്ത് അൽ മൗലവിൽ ഫാദിൽ സഖാഫി എന്ന ബിരുദാണ്. 1996 ഞാൻ സഖാഫി ആയത്. ആ സഖാഫി ആയതിൻ്റെ ശേഷം ഒരു വർഷം കാമിലി കോഴ്സിൽ ഞാനിരുന്നു. ഇരുന്ന് കാമിലി കോഴ്സ് നടക്കുന്ന കാലമാണ് 1997 പിന്നെ നവംബർ 29 അവിടെ നിന്ന് ബിരുദം വാങ്ങിയത്. 1997 വർഷത്തിൽ ഞാൻ മർക്കസിൽ അവിടെ അധ്യയനം കാമിലി കോഴ്സ് നടത്തിക്കൊണ്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഖാരി ഹസൻ ഉസ്താദിനെ നമ്മൾ കണ്ടുമുട്ടിയത്. അപ്പോൾ ഹസൻ ഉസ്താദ് ഏത് വർഷത്തിലാണ് വഫാത്തായത് എന്നത് നിങ്ങൾക്ക് വ്യക്തമാവണമല്ലോ. ഖാരി ഹസൻ ഉസ്താദ് 1997 ഒക്ടോബർ 25 വഫാത്ത്. ഹിജറി 1418 ജുമാദുൽ അവ്വൽ 23 ശനിയാഴ്ചയാണ് വഫാത്ത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഫോട്ടോയിൽ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ 1997 ഒക്ടോബറിലാണ് ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് വഫാത്താകുന്നതെങ്കിൽ അതേ 1997 ഡിസംബർ 10 ഞാൻ അവിടെ പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് കാമിലി കോഴ്സ് പരീക്ഷ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഉസ്താദിനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് സനദ് മുത്തസിലാക്കാൻ സാധിച്ചു എന്നതിൻ്റെ സാഹചര്യമുണ്ട് എന്ന് ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല നമുക്ക് സത്യമായി മനസ്സിലാക്കാനും അത് തുടരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സനദ് മുത്തസിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മശായിഖമാരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന ആ സനദിൻ്റെ ഒരു കണ്ണിയായി വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ വിഭാഗത്തിൽ പെടാം. അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, ഖുർആനുമായി ഏറ്റവും ബന്ധപ്പെടുന്നവർ, ധാരാളം ഖത്തം തീർക്കുന്നവർ, ഖുർആൻ ഖത്തം ഞാർച്ച വെച്ച് ഓതുന്നവർ, ഇവർക്കെല്ലാവർക്കും വളരെയേറെ പ്രതിഫലാർഹമായ ഒരു വഴിയാണ് സനദ് മുത്തസിലാവുക എന്നത്. സനദ് മുത്തസിലായതിന് ശേഷം ഓതുമ്പോൾ എല്ലാ മശായിഖന്മാരുടെയും ഒരുത്തും കുറ്റത്തോടെ ഓതുകയാണ് ചെയ്യുന്നത്. പ്രതിഫലങ്ങൾ കൂടുതലാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് മുഅക്കലാത്തുകളായ മലക്കുകളുടെ നന്മയുടെ പ്രാർത്ഥനകളും ഉണ്ടാകും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.